മറ്റൊരു വാർത്ത കൂടി വരികയാണ് കോടതിയിൽ നിന്ന്. കേരള സ്റ്റോറി 2 പ്രദർശിപ്പിക്കാമെന്ന തീരുമാനം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കൈക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. നിർമ്മാതാക്കൾക്ക് ആശ്വാസമുണ്ടായിരിക്കുന്നു. കേരള സ്റ്റോറി 2 റിലീസ് ചെയ്യാം. സിംഗിൾ ബെഞ്ചിന്റെ നടപടി സ്റ്റേ ചെയ്തിരിക്കുന്നു. വിധി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ്. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. ശ്യാം, വലിയ വാദപ്രതിവാദങ്ങളാണ് ഉണ്ടായത്. കേരളത്തിന്റെ സൗഹൃദാന്തരീക്ഷത്തെ ചോദ്യം ചെയ്യുന്ന കണ്ടന്റ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സ്റ്റേ ഉണ്ടായിരുന്നത്. അതിനെ ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കുമ്പോൾ എന്തൊക്കെ ഗ്രൗണ്ടാണ് അതിന് പറഞ്ഞിരിക്കുന്നത്? കേരള സ്റ്റോറി 2 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഡിവിഷൻ ബെഞ്ചിന്റെ സ്റ്റേ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തിരിക്കുന്നു. അതായത് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് നിലനിൽക്കുന്നതല്ല. കേരള സ്റ്റോറിയുടെ പ്രദർശനാനുമതി തടഞ്ഞ നടപടിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തത്. കേരള സ്റ്റോറിക്ക് തിയേറ്ററുകളിലേക്ക് എത്താം. ഇന്നലെ പ്രത്യേകമായ ബെഞ്ച് പ്രത്യേകമായി ചേർന്നാണ് വാദം കേട്ടത്. വിശദമായ വാദം ഏതാണ്ട് 2 മണിക്കൂർ കേട്ടത്. അതിനുശേഷമാണ് കേരള സ്റ്റോറിയുടെ റിലീസിന് ഹൈക്കോടതി അനുമതി നൽകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നലെ കോടതിയിൽ ഉന്നയിച്ച ഈ കോടതി തന്നെ ചോദിച്ച ഒരു സുപ്രധാനമായ ചോദ്യമുണ്ട്. അതായത് ഈ ഹർജിക്കാർക്ക് എങ്ങനെ ഇതൊരു പൊതുതാൽപര്യ ഹർജിയുടെ സ്വഭാവമുള്ള ഹർജിയാണല്ലോ, ഇതെങ്ങനെ ഈ സിംഗിൾ ബെഞ്ചിന് പരിഗണിക്കാനാകും എന്ന കാര്യമാണ് കോടതി ചോദിച്ചത്. അത്തരമൊരു കാര്യം ചോദിക്കുമ്പോൾ കോടതിയിൽ നിന്ന് തന്നെയാണ് അത്തരമൊരു ചോദ്യമുണ്ടായത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്, അതായത് ഈ ഹർജിക്കാരുടെ ഹർജി നൽകാനുള്ള അവകാശത്തെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചോദ്യം ചെയ്യുന്നത്. അത്തരമൊരു അവകാശമില്ല എന്ന് നിരീക്ഷിച്ചാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. സിംഗിൾ ബെഞ്ച് ഉത്തരവ് കേസ് നൽകിയിരിക്കുന്ന പരാതിയുടെ മെറിറ്റ് എന്നതിനപ്പുറത്ത് സാങ്കേതികമായ കാര്യങ്ങളിൽ ഈ പറയുന്ന നിർമ്മാതാക്കൾക്ക് ഗുണമായി ഭവിക്കുകയായിരുന്നോ? നിയമപരമായ നടപടിക്രമങ്ങളുടെ ബലത്തിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് എന്നാണ് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനുള്ളിൽ പുറത്തുവരും. സിനിമ റിലീസ് ചെയ്യുന്നതിന് നിലവിൽ തടസ്സങ്ങളില്ല. നേരത്തെ തന്നെ ഇതിന്റെ സിനിമയുടെ ബുക്കിംഗുമായി ബന്ധപ്പെട്ട്, ഓൺലൈൻ ബുക്കിംഗുമായി ബന്ധപ്പെട്ട് നിർമ്മാതാക്കൾ മുന്നോട്ട് പോയിരുന്നു. ഇത് കേരളത്തിലടക്കം വലിയ വാർത്തയായതോടുകൂടി ഇത്തരം ബുക്കിംഗിൽ നിന്ന് പിന്മാറും എന്ന് നിർമ്മാതാക്കൾ ഒരു ഘട്ടത്തിൽ അനൌദ്യോഗികമായി തന്നെ വിവരങ്ങൾ പുറത്തു, അല്ലെങ്കിൽ അത്തരമൊരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്യുന്നു. കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് തിയേറ്ററുകളിലെത്തും. ആ സിനിമ പ്രദർശിപ്പിക്കാം. കേരള വിരുദ്ധ ചിത്രമെന്ന ഖ്യാതി കേട്ട, അല്ലെങ്കിൽ അത്തരമൊരു വളരെ വലിയ വിവാദമായ ചിത്രമാണ് കേരള സ്റ്റോറി 2. പ്രത്യേകിച്ചും കേരളത്തിലുള്ള ഒരു മതവിഭാഗത്തിനെതിരായ ചിത്രം എന്നതാണ് ഉയർന്ന ആക്ഷേപവും. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ വിമർശനമുയർത്തിയ ഒരു ആക്ഷേപം കൂടിയാണത്. അത്തരമൊരു ചിത്രമാണ് കേരള സ്റ്റോറി 1 തന്നെ. കേരളത്തിനെതിരെ വലിയ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ അതിൽ ഉണ്ടായിരുന്നു. ഇത് സംഭവിച്ച കാര്യങ്ങളാണ് പറയുന്നതെന്നായിരുന്നു നിർമ്മാതാക്കൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നത്. പക്ഷേ സംഭവിക്കാത്ത കാര്യങ്ങൾ പറയുകയും ഒപ്പം അത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഹോളി ആഘോഷങ്ങൾ കൂടി മുൻനിർത്തിയാണ് നിർമ്മാതാക്കൾ ഈ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിരുന്നത്. ഏതായാലും അവർ അക്കാര്യത്തിൽ അവർക്ക് വിജയിക്കാനായിരിക്കുന്നു. ഈ സിനിമയ്ക്ക് നൽകിയ ടീസറും ട്രെയിലറും ചിത്രത്തിന്റെ ഭാഗമല്ല എന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുന്നു. സെൻസർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ചിത്രം പ്രദർശിപ്പിക്കാമെന്ന് വേണം കരുതാൻ എന്നാണ് കോടതിയുടെ നിരീക്ഷണം. ടീസറും ട്രെയിലറും ചിത്രത്തിന്റെ ഭാഗമല്ല എന്ന് കൂടി കോടതി നിരീക്ഷിക്കുന്നുണ്ട്. കാരണം ഇതിലെ ടീസറും ട്രെയിലറും നേരത്തെ തന്നെ സെൻസർ ബോർഡിന്റെ അനുമതി ഇല്ലാതെ പുറത്തുവിട്ടിരുന്നു. നിർമ്മാതാക്കൾ സൺഷൈൻ പിക്ചേഴ്സ് പുറത്തുവിട്ടിരുന്നു. അത്തരമൊരു കാര്യം, അത് ടീസറിന്റെയോ ട്രെയിലറിന്റെയോ ഉള്ളടക്കം ചിത്രത്തിന്റെ ഭാഗമല്ല എന്ന് നിർമ്മാതാക്കൾ പറഞ്ഞിരുന്നു. ആ വാദം കൂടി ശരിവെച്ചാണ് ഹൈക്കോടതി. പക്ഷേ കൃത്യമായും ഈ ഡിവിഷൻ ബെഞ്ചിലെ വാദത്തിൽ തന്നെ നിർമ്മാതാക്കൾ പറയുന്നത് എങ്ങനെയാണ് ശ്യാം ദേവരാജ്? ഒരു മതത്തിലെ ജനങ്ങൾ ഒരു സാമൂഹ്യ തിന്മയെ പിന്തുടരുന്നു എന്നുള്ളതൊക്കെ, അതായത് കോടതിയിൽ പോയി പറയാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്ന് പോലും സാധാരണ ജനങ്ങൾ ചിന്തിച്ചു പോകും. ഇതിപ്പോ ഈ സാങ്കേതികമായ കാര്യങ്ങൾ മാത്രം പരിഗണിച്ചുകൊണ്ട് ഒരു വിധി വരുന്നു. സ്വാഭാവികമായും ശരിയാണ്, കോടതിയുടെ പരിഗണന, അധികാര പരിധി ഇതൊക്കെ ബാധകമാണ്. എങ്കിലും ഇതിന്റെ ആത്യന്തികമായ ഔട്ട്കം എന്ന് പറയുന്നത് കേരള സ്റ്റോറി 2 എന്ന ഒരു വിദ്വേഷ ഉള്ളടക്കമുള്ള സിനിമ തിയേറ്ററിലേക്ക് വരുന്നു എന്നതാണ്. അങ്ങനെ തന്നെയാണ്. അതായത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നിരീക്ഷണങ്ങളാണ് മാധു നമ്മൾ ഈ ഘട്ടത്തിൽ പ്രത്യേകമായി ചർച്ച ചെയ്യേണ്ടത്. കേരള സ്റ്റോറിയുടെ ടീസർ മതസൗഹാർദ്ദം തകർക്കുന്നതാണ് എന്ന് പ്രഥമ ദൃഷ്ട്യാ വ്യക്തമാണ് എന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിരീക്ഷിച്ചിരുന്നു. സിനിമയുടെ ഉള്ളടക്കമാണ് ടീസറിൽ ഉൾപ്പെടുത്തുന്നത്. ടീസർ ഉൾപ്പെടെയുള്ള ഉള്ളടക്കം ക്രമസമാധാനത്തെയും ധാർമ്മികതയെയും മാന്യതയെയും ബാധിക്കുമെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിരീക്ഷിച്ചിരുന്നു. സാമൂഹിക സൗഹാർദ്ദത്തെ ബാധിക്കുന്നതാണ് സിനിമ. അത്തരമൊരു സിനിമ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമല്ല എന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇന്നലെ അതിന്റെ ഉത്തരവിൽ പറഞ്ഞത്. മാത്രമല്ല, കേരള സ്റ്റോറി മതസൗഹാർദ്ദത്തിന് ഭീഷണിയാകുമെന്ന് കരുതേണ്ടി വരും എന്നുകൂടിയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയത്. ഒരു മതവിഭാഗത്തോട് വിദ്വേഷം പ്രകടിപ്പിക്കുന്ന സിനിമ പാടില്ല എന്നാണ് സുപ്രീം കോടതിയുടെ വിധി. ആദ്യ ഭാഗത്തിൽ
അതിന്റെ തുടർച്ചയായതിനാൽ മതവിദ്വേഷമാകും രണ്ടാം ഭാഗത്തിന്റെ ഉള്ളടക്കം എന്നടക്കമുള്ള നിരീക്ഷണങ്ങൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ നിന്നുണ്ടായിരുന്നു. പക്ഷേ ആ നിരീക്ഷണങ്ങളെ എല്ലാം അപ്രസക്തമാക്കുകയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്ന്. ഇന്നലെ ഹൈക്കോടതി വാദം കേൾക്കുമ്പോൾ തന്നെ അതിൽ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ആ ചോദ്യം എന്നത് ഇതൊരു പൊതുതാൽപര്യ സ്വഭാവമുള്ള ഹർജിയല്ലേ, പിന്നെങ്ങനെ റിറ്റ് പെറ്റീഷനായി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരും? ഈ ഹർജി എങ്ങനെ സിംഗിൾ ബെഞ്ചിന് കേൾക്കാനാകും? പൊതുതാൽപര്യ ഹർജി പരിഗണിക്കേണ്ടത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചല്ലേ? എന്ത് സ്വകാര്യ താല്പര്യമാണ് ലംഘിക്കേണ്ടത് എന്നതടക്കമുള്ള വാദങ്ങളാണ് കോടതി തന്നെ അത്തരമൊരു നിലപാടാണ് സ്വീകരിച്ചത്. അതിന്മേൽ പിടിച്ചായിരുന്നു പിന്നീട് നിർമ്മാതാക്കളുടെ വാദമടക്കം മുന്നോട്ട് പോയതും. ഒരുപക്ഷെ അക്കാര്യം പറഞ്ഞത് എന്താണ് ശ്യാം ദേവരാജ്? മതസൗഹാർദ്ദം തകരുമെന്ന വാദം ഉയർത്തിയത് കൊണ്ട് മാത്രം പ്രദർശനാനുമതി തടയാനാകില്ല എന്ന് പറയുന്നത് അവരുടെ തന്നെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു കൺഫെഷൻ എന്ന രീതിക്ക് വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാവുന്നതാണ്. അതായത് മതസൗഹാർദ്ദം തകരും എന്നൊരു വാദം ഉയർത്തുന്നു, അതിന്റെ പേരിൽ ഒരു സിനിമയുടെ റിലീസ് തടയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സാധ്യതകൾ പോലും പരിഗണിക്കാൻ കഴിയില്ല എന്ന നിലപാട് എങ്ങനെയാണ് എടുക്കാൻ കഴിയുക? അത് എത്ര മോശം കീഴ്വഴക്കമാണ് ഉണ്ടാക്കുക? അങ്ങനെ തന്നെയാണ്. ഇതിൽ നിർമ്മാതാക്കൾ ഇന്നലെ ഉയർത്തിയ വാദം ഏറ്റവും വിചിത്രമായ വാദങ്ങളാണ് മാധു. കേരളത്തെ അപകീർത്തിപ്പെടുത്തുന്നതല്ല സിനിമ എന്ന് നിർമ്മാതാക്കൾ ഇന്നലെ പറയുമ്പോൾ ഒരു മതവിഭാഗത്തിനെതിരെയും വിദ്വേഷം പ്രചരിപ്പിക്കുന്നില്ല എന്നുകൂടി ഇന്നലെ പറഞ്ഞിരുന്നു. സാമൂഹ്യ തിന്മയെ തുറന്നു കാട്ടുന്നതാണ് കേരള സ്റ്റോറി 2 എന്നാണ് നിർമ്മാതാക്കൾ ഇന്നലെ ഡിവിഷൻ ബെഞ്ചിൽ ഉയർത്തിയ വാദം. ഒരു മതവിഭാഗത്തിലെ ജനങ്ങൾ ഒരു സാമൂഹ്യ തിന്മയെ പിന്തുടരുന്നു. അത് ഏത് മതവിഭാഗമാത്തെയാണ് നിർമ്മാതാക്കൾ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കതിന്റെ ട്രെയിലറോ ടീസറോ അതിന്റെ പോസ്റ്ററോ കാണുമ്പോൾ നമുക്ക് വ്യക്തമാണ്. ആ സാമൂഹ്യ തിന്മയാണ് സിനിമയിൽ അവതരിപ്പിക്കുന്നതെന്നാണ് കേരള സ്റ്റോറിയുടെ നിർമ്മാതാക്കൾ ഇന്നലെ വാദത്തിനിടെ ഡിവിഷൻ ബെഞ്ചിൽ പറയുകയും ചെയ്തത്. ഇത് ഒരു മതത്തെ താഴ്ത്തിക്കെട്ടാനുള്ള ശ്രമമാണ് എന്ന് പറയാനാവില്ല എന്ന് കൂടി അവർ വാദമായി ഉന്നയിക്കുമ്പോൾ, പക്ഷെ അവർ ഉന്നം വെക്കുന്നത് ഒരു മതത്തെയാണെന്ന് വ്യക്തമാണ്, ഒരു വിഭാഗത്തെയാണ്, ഒരു ജനവിഭാഗത്തെയാണ് എന്ന് വ്യക്തമാണ്. കാരണം ഇതിന്റെ ആദ്യ ഭാഗം പുറത്തു വരുമ്പോൾ തന്നെ അത്തരമൊരു നിലപാട് നേരത്തെ തന്നെ നമുക്ക് വ്യക്തമായിരുന്നു. അതിന്റെ ഭാഗമാണ് കേരള സ്റ്റോറി 2. അങ്ങനെ ഒരു നിലപാട് കൂടി അത്തരമൊരു വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ വാദത്തിന് ഡിവിഷൻ ബെഞ്ച് ശരിവെക്കുന്നു. ഡിവിഷൻ ബെഞ്ച് ആ വാദങ്ങൾ അംഗീകരിക്കുന്നു. ഈ സിംഗിൾ ബെഞ്ച് വിധിക്ക് സ്റ്റേ നൽകുന്നു. കേരള സ്റ്റോറി 2 ഇത്രയും വിവാദമായ കേരള വിരുദ്ധ ചിത്രമായ കേരള സ്റ്റോറി 2 ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പ്രദർശനാനുമതി നൽകുന്നു.